ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ വിവേക് ഒരുപാട് നേരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. മറ്റൊന്നുമല്ല, കാരണം വർഷയെക്കുറിച്ചുള്ള വിവേകിൻ്റെ ഓർമ്മകളിലൂടെ ഇരിക്കുന്ന സമയത്ത് തന്നെ വിവേകിൻ്റെ അമ്മായി ഫോൺ ചെയ്ത് പറയുന്നുണ്ട് കേട്ടോ. വിവേക്, നീ എവിടെയാണ്? ഞാൻ ഇവിടെ ഉണ്ട് അമ്മായി എന്ന് പറയുന്നു. എത്രയും പെട്ടെന്ന് നീ എൻ്റെ അടുത്തേക്ക് തന്നെ വരണമെന്ന് പറയുന്നുണ്ട്. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേനും ഒന്നുമില്ല, നീ വന്നിട്ട് എന്തായാലും പറയാം, പക്ഷേ അധികം വൈകിക്കരുത് എന്നും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വരുമ്പോൾ എന്തായാലും വിളിക്കാം അമ്മായി എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ പിന്നീട് അമ്മായി ഇപ്പം എന്തിനായിരിക്കുമോ വിളിച്ചിട്ടുണ്ടാവുക എന്നറിയില്ലല്ലോ. അത് ചിലപ്പോൾ വീണ്ടും ആ കല്യാണക്കാരും പറയാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കുമോ എന്ന രീതിയിൽ വൈവാഗ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെയാണെങ്കിലോ ശിവ നമ്മുടെ വർഷയുടെ അടുത്തേക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം നീ ഒറ്റയ്ക്കായല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് പോയതായിരുന്നു. പിന്നീട് ശിവയാണെങ്കിലോ വർഷയെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. വർഷ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ആയിരുന്നു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എനിക്ക് ആരുമില്ല എന്ന രീതിയിലൊക്കെ പറഞ്ഞതൊക്കെ. നിനക്ക് ഞാനില്ലേ വർഷ, നിൻ്റെ അടുത്ത് തന്നെയല്ലേ ഞാൻ ഇരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് വർഷയുടെ വിരലുകൾ ചെറുതായിട്ടൊന്ന് അനങ്ങുന്നത് പോലെ ശിവയ്ക്ക് തോന്നുന്നു കേട്ടോ. അത് സത്യം തന്നെയാണ്, അത് അനങ്ങിയത് തന്നെയാണ്. പക്ഷേ ശിവ പെട്ടെന്ന് നല്ല സന്തോഷത്തിലായിരുന്നു. പിന്നീട് അത് അനങ്ങാത്തത് കാരണം ശിവ വീണ്ടും വിഷമത്തിലാവുന്നുണ്ട്. എനിക്ക് തോന്നിയതായിരിക്കും അല്ലേ നിൻ്റെ കൈകൾ ഇണങ്ങുന്നത്, വർഷ എന്ന് വിളിക്കുന്നുണ്ട്. പതുക്കെ ആ കൈകൾ വീണ്ടും അവിടെ വെക്കുന്നു. അങ്ങനെ ശിവ വീണ്ടും എഴുന്നേറ്റ് പോകുമ്പോൾ വീണ്ടും ആ കൈകൾ ചലിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ശിവ വിചാരിച്ചിരിക്കുന്നത് തൻ്റെ തോന്നലാണെന്നാണ്. പക്ഷേ നമ്മുടെ വർഷ ഏകദേശം ഉണർന്നു തുടങ്ങിയിരിക്കുന്നു. അതിനുശേഷം തന്നെ അഞ്ജുവിൻ്റെയും അബിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്താ ശിവ നീ ഇത്ര വിഷമിച്ചിരിക്കുന്നത്? അത് പിന്നെ ഞാൻ പെട്ടെന്ന് നമ്മുടെ വർഷയുടെ കൈകൾ അനങ്ങുന്നത് പോലെ എനിക്ക് തോന്നി. അത് നല്ല കാര്യമാണല്ലോ. പക്ഷെ പിന്നീട് ആ അനക്കം ഉണ്ടായിട്ടില്ല. എനിക്കത് തോന്നിയത് തന്നെ ആയിരിക്കും, അല്ലാതെ മറ്റെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഇത്രയും ദിവസമായില്ലേ, ഇനിയിപ്പോൾ എന്താ സംഭവിക്കാമെന്നറിയില്ലല്ലോ. കുറേ ദിവസങ്ങളായി നമ്മളിതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എന്തായാലും പ്രതീക്ഷ കൈവിടണ്ട, അവൾ എന്തായാലും എണീക്കും എന്നൊക്കെ അബിയും അഞ്ജുവും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നാലും എനിക്കെന്തോ വീണ്ടും വീണ്ടും പ്രതീക്ഷ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെന്നൊക്കെ ശിവയും അതുപോലെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ ശിവ നീ ഇങ്ങനെ പറയുന്നത്? ഞങ്ങളിൽ ഏറ്റവും ധൈര്യമുള്ളത് നിനക്കല്ലേ, എന്നിട്ട് നീയാണോ ഇങ്ങനെ പറയുന്നതെന്ന് അഞ്ജു ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ അഞ്ജു, എനിക്ക് നല്ല സങ്കടമാവുന്നുണ്ടെന്ന് പറയുന്നു. വേണ്ടടാ, നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ വർഷ തിരിച്ചു വരുമെന്ന്. അതിനുശേഷം തന്നെ വീണ്ടും നമ്മുടെ മഴ വരുന്നുണ്ടല്ലോ, ഞാൻ എന്തായാലും പോയി ടെറസിൽ നിന്ന് തുണി എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതേസമയം തന്നെ ആരതിയും അതുപോലെ തന്നെ ശരത്തും കൂടി റൂമിലിരുന്നിട്ട് കുറച്ച് സംസാരിക്കുന്നുണ്ട്. അതായത് നമുക്ക് എന്തായാലും ഒരുപാട് ലാഭം കിട്ടി തുടങ്ങിയിരിക്കുന്നു. ഒരു കാര്യം ചെയ്യാം ആരതി, കുറച്ചും കൂടി സ്റ്റോക്ക് നമുക്ക് ആ ഒരു പെൺകുട്ടികളുടെ കയ്യിൽ കൊടുത്തു വിടാം, കുറച്ചധികം. അതായത് അത് റിസ്ക് ആണ് ശരത്തേട്ട, അത് റിസ്ക് ഒരാളുടെ അടുത്ത് കൊടുത്തു വിട്ടാലല്ലേ റിസ്ക് ഉള്ളൂ. നമുക്ക് 3 പേരുടെ ആയിട്ട് കുറച്ചധികം സാധനങ്ങൾ കൊടുത്തു വിൽക്കാം. നമ്മുടെ സ്ഥിരം കസ്റ്റമർ എന്തായാലും അത് വാങ്ങിക്കുമല്ലോ എന്ന് പറയുന്നുണ്ട്. റിസ്ക് എടുത്താൽ പ്രശ്നമാണ്, നമ്മൾ അതിബുദ്ധി കാണിച്ചാൽ ആപത്ത് നമുക്ക് തന്നെയാണെന്നൊക്കെ 2 പേരും കൂടി പറയുന്നുണ്ട്. ആ സമയത്തേനാണ് അവരുടെ ബോസ് വിളിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങളെന്ന് കാണണമെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. നമുക്ക് ചെല്ലണം ആരതി എന്ന് പറയുന്നു. ഈ രാത്രി എന്താണാവോ വിളിക്കാൻ കാരണം. എന്തായാലും ചെല്ലാന്ന് പറഞ്ഞിട്ട് 2 പേരും കൂടി പോകുന്നു. ആ സമയത്ത് ടെറസിൽ തുണി വിരിച്ചിട്ട് എടുക്കാനായിട്ട് പോയിട്ടുള്ള അഞ്ജു ഇത് കാണുന്നുണ്ട്. ശരത്തേട്ടനും ശേഷി എന്താ ഈ രാത്രി പോകുന്നത് എന്നാലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് വീണ്ടും അവരൊരു ഒഴിഞ്ഞ പ്രദേശത്തെത്തുന്നു. ബോസ് എന്തായാലും വരുന്നില്ല, പക്ഷെ മാനേജറിനെ അയക്കാം എന്നാണ് പറഞ്ഞത്. നമ്മൾ ആദ്യമായിട്ടല്ലേ ബോസിൻ്റെ മാനേജറിനെ കാണുന്നത്, എങ്ങനെയുള്ള ആളായിരിക്കുമോ എന്തോ. ആ സമയത്ത് പെട്ടെന്ന് അതിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഹോം നേഴ്സാണ് കേട്ടോ. അങ്ങനെ ആ ഒരു രംഗം കാണുന്ന ശരത്തും ആരതിയും ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. നീയാണോ ബോസിൻ്റെ ഈ മാനേജറെന്ന് ചോദിക്കുന്നു. കുറേ കാലമായി ഞാൻ ബോസിൻ്റെ കൂടെ തന്നെയുണ്ട്, പിന്നെ നീ എന്തിനാ ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് വീട്ടിലേക്ക് വന്നിട്ടുള്ളതെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ വർഷയെ നോക്കാനൊന്നല്ല അവിടേക്ക് വന്നത്. എനിക്ക് ടാർജറ്റ് ആ 3 പെൺകുട്ടികൾ മാത്രമായിരുന്നു. അവരുടെ നീക്കങ്ങൾ എനിക്ക് വ്യക്തമായി അറിയണമായിരുന്നു. അതിനു വേണ്ടി തന്നെയാണ് ഞാൻ അങ്ങോട്ട് വന്നത്. എന്തെങ്കിലും ചതി നടക്കുന്നുണ്ടോ എന്ന് അറിയണ്ടേ. നാളെ മുതൽ വീണ്ടും ആ ഒരു ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് വീണ്ടും ഞാൻ അവിടെ തന്നെ എത്തും എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഇനിയിപ്പോൾ എന്തായിരിക്കും പ്ലാനിങ്? പിന്നെ ബോസിൻ്റെ കൂടെ നിന്നിട്ടുള്ളവരെല്ലാവരെയും ബോസ് ഒരിക്കലും ചതിച്ചിട്ടില്ല. പക്ഷെ ബോസിനെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഞാൻ കുറേ കാലമായിട്ട് ബോസിൻ്റെ കൂടെ തന്നെയാണ് ഉള്ളത്. പിന്നെ നിങ്ങൾ അർജൻറ്റായിട്ട് ബോസ് വിളിപ്പിക്കാൻ കാരണം
ഈ ഒരു സ്റ്റോക്കിൻ്റെ കാര്യമാണ്. ഇത് പുതിയ സ്റ്റോക്ക് വന്നതാണ്. ഇത് ഒരുപാട് വിലയുള്ളതാണ്. അതിനാൽ തന്നെ നിങ്ങൾക്കിത് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം എന്ന രീതിയിൽ നിങ്ങൾ തീരുമാനിക്കാം. പക്ഷേ ഇത് പിടിക്കപ്പെടാനൊന്നും പാടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ബോസിൻ്റെ കാര്യം അറിയാലോ എന്നൊക്കെ പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാനായിട്ട് നോക്കാനായിട്ട് പറയുന്നു. അങ്ങനെ അത് കൊണ്ടുപോകുന്നു കേട്ടോ. അതിനുശേഷം തന്നെ റൂമിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോയി വെച്ചിട്ട് അത് ഓപ്പൺ ചെയ്ത് നോക്കുന്നു. അതൊരു മാനിക്യൂനാണ്. അതിനുശേഷം അതിനകത്തുള്ളതെല്ലാം തന്നെ ഈ ഒരു മയക്കുമരുന്ന് മാത്രമാണ് കേട്ടോ. അപ്പോഴത്തേനും ആരതി പറയുന്നുണ്ട്, ശരത്തേട്ടാ ഇത് എത്ര കോടികൾ വിലമതിക്കുന്ന സാധനമാണെന്ന് അറിയോ എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്, പക്ഷേ ഇതിവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു വഴിയുണ്ട്. അങ്ങനെ ആരതി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ചുരിദാർ അതിനെ ധരിപ്പിക്കുന്നു കേട്ടോ. ഇപ്പോൾ പോലീസ് കണ്ടാൽ പോലും ഇത് തിരിച്ചറിയില്ല ശരത്തേട്ടാ, അത്രയ്ക്കും സൂപ്പറായിട്ടല്ലേ ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, എങ്ങനെയുണ്ട് അതിൻ്റെ ഡിസൈൻ ചോദിക്കുന്നുണ്ട്. എല്ലാം അടിപൊളി, ഇത്രയും കാലമായിട്ട് നമ്മൾ ഇത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആർക്കെങ്കിലും ഇന്നേ വരെ ഒരു സംശയമെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്ന് പറഞ്ഞു നിൽക്കുക കേട്ടോ. അത് ശരിയാണ്, എന്തായാലും ആ പെൺകുട്ടികൾക്ക് ഒരിക്കലും സംശയം തോന്നരുതെന്ന രീതിയിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ ശിവയും അഞ്ജും കൂടി അടുക്കളയിൽ കയറുന്നുണ്ട് ആരതിയെ കാണാത്തത് കാരണം. പക്ഷേ ശിവയോട് പറയുന്നുണ്ട് അഞ്ജു, ഇന്നലെ രാത്രി അവർ പോയിട്ട് ഒരുപാട് സമയം കഴിഞ്ഞ് തന്നെയാണ് വന്നത്. ശിവ, എന്തായിരിക്കും കാരണം? എൻ്റെ അഞ്ജു, ഇവരുടെ പേഴ്സണൽ പ്രശ്നത്തിലൊന്നും നമ്മൾ ഇടപെടാതിരിക്കുകയായിരിക്കും നല്ലത്. നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല, നീ അതിനെക്കുറിച്ച് വിട്ടേക്ക്. ആരതി എന്തായാലും കിച്ചണിലേക്ക് വരുമ്പോൾ, അയ്യോ ഞാൻ ഇച്ചിരി ലേറ്റായി പോയി, നിങ്ങൾ നേരത്തെ അടുക്കളയിൽ കയറിയില്ലേ, നിങ്ങൾ ചായ ഇട്ട് കുടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. ചായ ഇട്ടു, ചേച്ചിക്ക് ചായ ഇഷ്ടമാണ്, ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ, എനിക്കിപ്പോൾ ചായയൊന്നും വേണ്ട. പിന്നെ ഒരു കാര്യമുണ്ട് ചേച്ചി, ഇന്നലെ രാത്രി നിങ്ങൾ എങ്ങോട്ടാണ് പോയത്? മാത്രമല്ല ഒത്തിരി വൈകിട്ടാണല്ലോ രണ്ടുപേരും കൂടി തിരിച്ചു വന്നത്, എന്തെങ്കിലും അർജൻറ്റാണോ? അന്നത്തെ ഒരു സീരിയസ് കേസ് വല്ലതും ആണോ? അത് പിന്നെ അപ്പോഴത്തേന് ശരത്ത് വരുന്നുണ്ട് കേട്ടോ. അത് പിന്നെ നമ്മുടെ ആരതിയുടെ ബിസിനസ് ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. അതിനു വേണ്ടി ഒരു കൊറിയർ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. ആരതിക്ക് ഒരു മാനിക്യൂൻ അയച്ചിട്ടുണ്ടായിരുന്നു, അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അതെയോ, അത് നല്ല കാര്യമാണല്ലോ, നിങ്ങൾക്ക് കാണണോ അതിനെ എന്ന് ചോദിക്കുന്നുണ്ട്. ആ കാണുമല്ലോ, എന്നാൽ വായോ എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് അതിനെ കാണിക്കുന്നു കേട്ടോ. ഇത് അടിപൊളിയായിട്ടുണ്ട്. അതിനുശേഷം തന്നെ ഇനി എന്തായാലും സോഷ്യൽ മീഡിയയിൽ എന്തായാലും നമ്മുടെ ആരതിയുടെ ഈ ഡിസൈനൊക്കെ ഒന്ന് പരസ്യം ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇതിലിട്ടിട്ട് കാണിച്ചാൽ മതിയല്ലോ, അടിപൊളിയായിരിക്കില്ലേ എന്ന് പറയുന്നുണ്ട്. അത് സത്യം തന്നെയാണ്, ഇനി എന്തായാലും മുന്നോട്ട് പോകണമെങ്കിൽ ഇതൊക്കെ തന്നെ ചെയ്യണം എന്ന രീതിയിലൊക്കെ പറയുന്നു. അതിനുശേഷം തന്നെ അഞ്ജു അതൊന്ന് തൊടാനായിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് ആരതി പറയുന്നുണ്ട്, ഇല്ല അത് തൊടണ്ട അഞ്ജു, എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് ആരതി അവരെ വിളിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. ആ സമയത്ത് അങ്ങനെ തന്നെ ശരത്ത് ആ ഡിസ്പ്ലേയിലേക്ക് നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ശരത്തിൻ്റെ മനസ്സിൽ മറ്റു വല്ല ഐഡിയ ഉണ്ടോ? കാരണം കോടികൾ വിലമതിക്കുന്ന സാധനമാണ് ഇതിനകത്തുള്ളതെന്ന് ശരത്തിന് വ്യക്തമായിട്ട് അറിയാം. അപ്പോഴത്തേനും പണമാണല്ലോ ഏറ്റവും വലുതെന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾക്ക് കുറച്ചും കൂടി അതിബുദ്ധി കാണിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടിക്കൊണ്ടിരിക്കും കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.